സർക്കാർ ഉത്തരവിറക്കി ഫണ്ട് അനുവദിച്ചിട്ടും എരുമപ്പെട്ടി പഞ്ചായത്തിലെ പെൻഷൻ വിതരണം CPM ഭരണസമിതി തടസ്സപ്പെടുത്തിയെന്ന ആരോപണം. ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് കഴിഞ്ഞ മാസം 19-ന് സർക്കാർ ഉത്തരവിറക്കി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും എരുമപ്പെട്ടി പഞ്ചായത്തിലെ CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി പെൻഷൻ വിതരണം ചെയ്യാതെ നൂറുകണക്കിന് ആളുകളുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തകിടം മറിഞ്ഞുവെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി സഹകരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. പെരുന്നാൾ ദിനത്തിൽ പെൻഷൻ നൽകാതെ ഗുണഭോക്താക്കളെ കഷ്ടപ്പെടുത്തുകയും ഇത് 5 ദിവസം വരെ വൈകി വിതരണം ചെയ്തതും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. എന്നിട്ടും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി UDF സർക്കാർ അധികാരമേറ്റതിനുശേഷം സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടക്കി എന്ന് വ്യാപകമായി വാർത്ത നൽകി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും സർക്കാരിനെ കരിവാരിത്തേക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് പറഞ്ഞു. UDF ഗവൺമെന്റ് പെൻഷൻ നൽകിയില്ല എന്ന കുപ്രചരണങ്ങൾ പ്ലാറ്റ്ഫോമിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലും എരുമപ്പെട്ടിയിലെ CPMന്റെ നേതൃത്വം അത്തരത്തിലുള്ള വലിയ കുപ്രചരണങ്ങൾ നടത്തുകയുണ്ടായി. പെൻഷൻ വിതരണം ചെയ്തതിനു ശേഷം അതിൽ പരിശോധന നടത്തിയപ്പോൾ 26-ാം തീയതി പെൻഷൻ നൽകേണ്ട പണം ഈ CPM ഭരണ നേതൃത്വം നൽകുന്ന സൊസൈറ്റികളിലെത്തുകയും എന്നിട്ടും അത് നൽകാതെ തടഞ്ഞു വെച്ച് പെരുന്നാളിന് ശേഷം അത് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് CPM നടത്തിയിട്ടുള്ളത്. അതിനെതിരെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നത്. പെൻഷൻ യഥാസമയം വിതരണം ചെയ്യാതെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ പ്രവൃത്തിയിൽ ത്വരിത അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സഹകരണ രജിസ്ട്രാർക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകി. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM നിഷാദ്, എരുമപ്പെട്ടി പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ എന്നിവർ നേതൃത്വം നൽകി. പെൻഷൻ വാങ്ങിച്ച് ജീവിതം തള്ളി നീക്കുന്ന ആളുകൾ, അവരെയൊക്കെ പ്രയാസപ്പെടുത്തുന്ന ദുരിതത്തിലാഴ്ത്തുന്ന ഈ CPMന്റെ കാടത്തത്തിനെതിരെ ഇനി ഇത് തുടരാൻ സമ്മതിക്കില്ല. ഇതിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ രജിസ്ട്രാർക്കും വകുപ്പ് മന്ത്രിക്കും ഇന്ന് തന്നെ രേഖാമൂലം അതിന്റെ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പ് വരുത്തുന്നവരെ ഞങ്ങളുടെ ഈ കാര്യത്തിലുള്ള പോരാട്ടം തുടരും.